ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുകയും ഞങ്ങളെ അടുത്തറിയുകയും ചെയ്യുന്ന വിശ്വനാഥ, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അങ്ങയിലൂടെ തന്നെയാണ്. ദൃശ്യവും അദൃശ്യവുമായവയെല്ലാം, സിംഹാസനങ്ങളും അധികാരങ്ങളും ഭരണാധികാരികളും, സ്വർഗവും ഭൂമിയും നരകവും അങ്ങയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം നൽകാനും അങ്ങയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. വിശ്വനാഥ, അങ്ങ് അവിശ്വസനീയൻ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും ഉറവിടമാണ്. മനോഹരമായ ഈ ലോകത്തിൻ്റെ അധിപനാണ്. അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കും മുമ്പേ അങ്ങ് എന്നെ അറിയുന്നു, സ്നേഹിക്കുന്നു. അങ്ങയെ തിരിച്ചറിയാതെ പോകുന്ന ഓരോ നിമിഷവും ജീവിതത്തിൽ വ്യർത്ഥം തന്നെയാണ്. അങ്ങ് ഞങ്ങളിൽ നിർമ്മലമായ ഒരു അംശമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അങ്ങയിൽ വസിക്കാൻ ഞങ്ങൾക്കും കഴിയണമേ. ഭഗവാനെ, നിന്റെ സ്നേഹം എല്ലാ സമയത്തും എനിക്ക് ആവശ്യം തന്നെയാണ്. ഞാൻ ആരാണെന്നും എന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അങ്ങയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ മഹാദേവ. കാരണം ഞാൻ അങ്ങയിൽ അത്രത്തോളം പൂർണ്ണമായി സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായ ഹൃദയവും പൂർണ്ണമായ മനസ്സും പൂർണ്ണമായ ആത്മാവും അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാനെ, അങ്ങയ്ക്ക് ഒരു ദിവസം 1000 വർഷം പോലെ കാണാനാകും. 1000 വർഷം വേണമെങ്കിൽ ഒരു ദിവസം പോലെയും കാണാനാകും. ദുഃഖങ്ങളിൽ നിന്നും മോചിതരാകാനും പ്രിയപ്പെട്ടവർ അടുത്തെത്താനും അനുഗ്രഹിക്കണമേ. തെറ്റായ ധാരണകളും വിദ്വേഷം, അത്യാഗ്രഹം, അജ്ഞത എന്നിവയാൽ സൃഷ്ടിക്കപ്പെട്ട മിഥ്യാധാരണകളുടെ മൂടൽ മഞ്ഞിൽ അകപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളെ ആ മൂടൽ മഞ്ഞിൽ നിന്നും മോചിതരാകാൻ അനുഗ്രഹിക്കണമേ ഭഗവാനെ. മാനസികമായ അച്ചടക്കത്തിലൂടെ സമാധാനത്തിലേക്കുള്ള വഴി തെളിക്കാൻ സഹായിക്കണമേ. ശ്രേഷ്ഠമായി ചിന്തിക്കാനും ധ്യാനിക്കാനും ധാർമ്മിക ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാനും മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും ജ്ഞാനം നിറയ്ക്കാനും മനസ്സിൽ ആനന്ദം നിറയ്ക്കാനും അങ്ങ് അനുഗ്രഹിക്കണമേ.